ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശരീരത്തിൽ ചില അസുഖങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ബോഡി കുറച്ച് വാർണിംഗ് സിഗ്നൽസ് തരും. നമ്മൾ പലപ്പോഴും അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് വിടാറാണ് പതിവ്. അങ്ങനെയുള്ള ഒരു 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളിൽ ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന എന്നാൽ കോമണായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ് വായ്ക്കകം ഉണങ്ങി വരിക എന്നുള്ളത്, മൗത്ത് ഡ്രൈനെസ് വരിക എന്നുള്ളത്. അത് ഡീഹൈഡ്രേഷൻ മൂലം ഇങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്ത് വായ്ക്കകം ഉണങ്ങുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അത് സാധാരണ കറക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് മൗത്ത് ഡ്രൈനെസ് ഉണ്ടാകുന്നത് സ്ട്രെസ്സ് കൂടുന്ന സമയത്താണ്. അപ്പോൾ ഈ സ്ട്രെസ്സ് കൂടുതലുള്ള നിങ്ങൾ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് കൂടുതലായതിൻ്റെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക, പരിഹരിക്കാനായിട്ട് നോക്കുക. മൂന്നാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷുഗറിൻ്റെ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്താണ്. ചിലർക്ക് ഷുഗർ കൂടുതലായിട്ട് വരുന്ന സമയത്ത്, അതല്ല ഷുഗർ ഇതുവരെയും വരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ ആ ഒരു ബാലൻസ് തെറ്റുന്ന സമയത്ത് നിങ്ങൾക്കിതുപോലെ ഓവറായിട്ട് മൗത്ത് ഡ്രൈനെസ് വരാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ ഡീഹൈഡ്രേഷൻ മൂലമുള്ളതാണെങ്കിലും നമുക്ക് തന്നെ അത് പരിഹരിക്കാൻ പറ്റും. സ്ട്രെസ്സ് കൂടുതലുള്ളതാണെങ്കിലും നമുക്ക് ആ സ്ട്രെസ്സിനെ ഒഴിവാക്കിയാൽ ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും ചെയ്തിട്ടും ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് അതെന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഷുഗറിൻ്റെ ഇംബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് കറക്റ്റായിട്ട് മരുന്ന് കഴിച്ച് അതിനെ നോർമലാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് ശരീരം തരുന്ന മറ്റൊരു സിഗ്നലാണ് അതിയായ ക്ഷീണം അനുഭവപ്പെടുക എന്നുള്ളത്. ഇപ്പോൾ ചില സമയത്ത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടും. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മയാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് സ്ട്രെസ്സ് കൂടുതലുള്ളത് കൊണ്ടാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് ഹോർമോൺ ഇംബാലൻസ്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഈ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലേറ്റ് നൈറ്റ് സ്ലീപ്പ് ഒഴിവാക്കുക, നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മിനറൽസും വൈറ്റമിൻസും ഒക്കെ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ, പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടാത്ത ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ ക്ഷീണം വരുമ്പോൾ നമ്മൾ എപ്പോഴായാലും പോയി നമ്മുടെ ഈ വൈറ്റമിൻസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ചിലർക്ക് ബ്ലഡിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ഇങ്ങനെ ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തതെന്ന് പറയുന്നത് ഹോർമോൺ ഇംബാലൻസ് ആണ്. അപ്പോൾ ലേഡീസിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഒരു പ്രീ മെനോപ്പസ് സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ സാധാരണ ലേഡീസിന് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അല്ലാതെ തന്നെയും ഈ ഒരു ക്ഷീണം ഹോർമോൺ ഇംബാലൻസ് മൂലം എല്ലാ ഏജിലും ഉണ്ടാവാറുണ്ട്. ലേഡീസിനും ജെൻസിനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു ക്ഷീണം നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള എനർജി ലോസ് ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു വാർണിംഗ് സിഗ്നലാണ് നിങ്ങൾക്ക് ശരീരം തരുന്നത്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മൂഡ് സ്വിങ് ആണ്. ചില സമയത്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കും, തൊട്ടടുത്ത നിമിഷം തന്നെ അത് ഇറിറ്റേറ്റഡ് ആയിട്ട് ക്യാരക്ടറിലേക്ക് മാറും. ഇത് നിങ്ങളുടെ ഒരു തെറ്റായിട്ട് വരുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് സ്വിങ് എല്ലാവർക്കും ഒന്നും വരുന്നതല്ല, എന്നാൽ മാക്സിമം ആൾക്കാർക്കും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലമായിട്ട് ഒരിക്കലും എടുക്കരുത്.
പേഴ്സണാലിറ്റി അത് അങ്ങനെയാണ് ആളങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങളതിനെ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്ത് വിടരുത്. നിങ്ങൾക്ക് സ്ട്രെസ് ഓവർലോഡുള്ള സമയത്ത് ഇതിങ്ങനെ വരാറുണ്ട്. സ്ട്രെസ് ഓവർലോഡെന്ന് പറയുമ്പോൾ ചിലർക്ക് വർക്ക് പ്രഷറായിരിക്കും, കൂടുതൽ നേരം ജോലി ചെയ്ത് നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നതിൻ്റെ ഇറിറ്റേഷനായിരിക്കാം വരുന്നത്. ചിലപ്പോൾ അത് ഹോർമോൺ ചേഞ്ച് മൂലം ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ റെസ്റ്റ് ഇല്ലെങ്കിൽ, അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നത് മാത്രമല്ല വീട്ടിൽ വന്നിട്ടായാലും നിങ്ങൾക്ക് പിടിപ്പത് പണികളുണ്ട്. നിങ്ങൾക്ക് ആ വർക്ക് ബാലൻസിനെ അതായത് ജോലി സ്ഥലത്തെ കാര്യവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേ ഒരു പ്രോബ്ലം വരും. അപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന വാർണിംഗ് സിഗ്നലാണ് നിങ്ങളുടെ ബ്രെയിന് റെസ്റ്റ് ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റായിട്ട് തലവേദന വരിക എന്നുള്ളതാണ്. ചിലർക്കൊക്കെ അറിയായിരിക്കും ഒരു തലവേദന, ചിലർക്ക് തലവേദന വരുന്നു പോകുന്നു. മറ്റ് അസുഖങ്ങളൊന്നുമില്ലെങ്കിലും തലവേദന വിട്ടുമാറാത്ത ഒരവസ്ഥയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ കൂടുതലാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തലവേദന വരാറുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഫ്ലൂയിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തലവേദനയായിരിക്കും ആ സമയത്ത് വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുന്ന സ്ട്രെസ്സ് കൂടുതലുള്ള സമയത്ത്, സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തലവേദന. അപ്പം കൂടുതൽ ആൾക്കാർ ഇന്ന് ഫോർഗഡിൻ്റെ ഇവിടെയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും. എന്നാൽ പോലും അത് ചിലർക്കൊന്നും അത് പ്രോപ്പറായിട്ട് വർക്കാവത്തില്ല. ചിലർക്കത് അതുകൊണ്ട് റിലാക്സ് ആവുന്ന ഇതാണ്. ചില ആൾക്കാർ തലവേദന വരുന്ന സമയത്ത് ഐസിനകത്ത് മുക്കി തുണി നെറ്റിക്കിടുന്നത് അത് ഒരു റെമഡിയാണ്. എല്ലാവരിലും വർക്ക് ആവത്തില്ല അല്ലെങ്കിൽ പോലും ചിലർക്കെങ്കിലും ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണത്. കോൾഡ് കംപ്രസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ കൂടുതൽ സമയം മൊബൈൽ നോക്കിയിരിക്കുക, ലാപ്ടോപ്പിൽ ഒരുപാട് സമയം നോക്കിയിരുന്ന് ജോലി ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം വരാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നോക്കിയിരുന്ന് ജോലി ചെയ്യേണ്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ്. സ്ക്രീനിൽ നിന്ന് മാറി കുറച്ച് സമയം കണ്ണടച്ച് വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ ചെറിയ ഒരു നമ്മുടെ ടാപ്പ് വാട്ടറിൽ ഇടയ്ക്ക് മുഖം കഴുകുക എന്നുള്ളതും ഈ ഒരു കാര്യത്തിന് ഒരു പരിഹാരമാണ്. അപ്പോൾ നമ്മുടെ ബോഡി നമുക്ക് തരുന്ന ഈ വാർണിംഗ് സിഗ്നൽസ് ഒന്നും നമ്മൾ അറിയാതെ പോകരുത്. പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു കാര്യമാണ് സ്ലീപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഉറക്കത്തിൻ്റെ പ്രശ്നം. ഉറക്കമില്ലായ്മ വരാനുള്ള കാരണങ്ങൾ പലതാണ്. ചിലർ രാത്രി ഒരുപാടാവുന്നവരെയും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പക്ഷേ ചെയ്യത്തില്ല. അങ്ങനെ നമുക്ക് ഉറക്കമില്ലായ്മയിലേക്ക് നമ്മൾ പോകാം. പിന്നെ സ്ട്രെസ്സ് കൂടുതലുള്ള ആൾക്കാർക്ക് അവർക്കും ഉറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെട്ടിരിക്കും അവർ, എന്താണ് എനിക്കിങ്ങനെ വരുന്നതെന്നുള്ള രീതിയിൽ ഉറക്കമില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്ന ഒരു മിക്ക ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇംബാലൻസ് വരുന്ന സമയത്ത്, ലൈഫ് സ്റ്റൈൽ ഇംബാലൻസ് എന്ന് വരുമ്പോഴത്തേക്ക് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ എക്സർസൈസ് ഇല്ല, ന്യൂട്രീഷൻ കറക്റ്റല്ല, സ്ലീപ്പ് കറക്റ്റല്ല, സ്ട്രെസ്സ് കൂടുതൽ, ഇതൊക്കെ ഇതിന് കാരണമാണ്. ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ ഈ ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളതിനെ കറക്റ്റ് ചെയ്യുക. ഒരിക്കലും നമ്മുടെ ശരീരം പെട്ടെന്ന് അസുഖത്തിലേക്ക് പോകാറില്ല.
അത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പോകുന്ന വഴിക്ക് നമുക്ക് പലപ്പോഴും നമുക്ക് പല സിഗ്നൽസും തരും. നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവഗണിക്കും. അതാണ് കൂടുതലും ചെയ്യുന്നത്. ഇന്നിപ്പോൾ തലവേദന വന്ന് ഒന്ന് മസാജ് ചെയ്ത് വിട്ട് അത് മാറി എന്നുണ്ടെങ്കിൽ നാളെ അത് വരുമ്പോഴേ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന വാർണിംഗ് സിഗ്നൽസൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക. എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ട് അതിന് വേണ്ടുന്ന പരിഹാരം നേടുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ ഇതിനൊക്കെ ഒരു പരിഹാരമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എന്നിട്ട് എൻ്റെ ഹെൽത്ത് ക്ലബിലേക്ക് ജോയിൻ ആവാം. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് വീഡിയോസുമായിട്ട് ഇനി ഞാൻ വരുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.